തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-ഉം BJP-യും തമ്മിൽ ചില ധാരണകൾ ഉണ്ടാക്കി എന്ന് ആരോപിച്ച് CPIM-ന്റെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആനി അശോകാണ്. എങ്ങനെയാണ് ഇവിടെ ധാരണ, എന്താണ് നടപടികൾ നടന്നിട്ടുള്ളത്? ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഇവിടുത്തെ BJP-ക്ക് അനുകൂലമായി വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയവും, അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള MLA-ക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് കടകംപള്ളി സുരേന്ദ്രന് MLA, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, ഇപ്പം നിലവിൽ കഴക്കൂട്ടത്തിൻ്റെ MLA ആയിട്ടുള്ള ആ സഖാവിൻ്റെ അപ്രമാദിത്വമാണ്, അല്ല ആ സഖാവിൻ്റെ ഏകാധിപത്യമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. അതായത് കോർപ്പറേഷനിലേക്ക് BJP-ക്ക് വോട്ട് കൊടുക്കുക, നിയമസഭയിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചു BJP വോട്ട് വാങ്ങുക, അങ്ങനെയാണോ? അതെ, അതിനാണ്. അതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ചെമ്പഴന്തി വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആരും അറിയപ്പെടാത്ത ഒരാളിനെ കൊണ്ടാക്കി. അവിടെ അപ്പോഴെല്ലാം ഇവിടെ പാർട്ടിക്കാരെ എതിർത്തതാണ്. അതേപോലെ തന്നെ ചെല്ലമംഗലം, പൗടിക്കുണത്തൊക്കെ വളരെ ശക്തമായി അവിടുത്തെ സഖാക്കളെ എതിർത്തതാണ്. ആ സ്ഥാനാർത്ഥി നിർത്തല്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവിടുത്തെ പാർട്ടിക്കാർ തന്നെയാണ് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. കഴിഞ്ഞ 3 തവണ ഈ 3 വാർഡും BJP ജയിച്ചു. അതേപോലത്തെ ഒരു പാറ്റേണാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ എപ്പോൾ ഇലക്ഷൻ വന്നാലും അവർ ജയിച്ചാലും തോറ്റാലും ഇവിടെ ശ്രീകാര്യത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർ, കഴിഞ്ഞ പ്രാവശ്യം അവർ തോറ്റുപോയി. അവർ തന്നെ ഇപ്പോഴും മത്സരിക്കുകയാണ് ശ്രീകാര്യത്ത്. ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇവിടെ നടക്കാത്തതുകൊണ്ട് ഉടനെ അപ്പുറത്ത് മതി. അപ്പോൾ അതിനൊക്കെ തന്നെ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഈ കഴക്കൂട്ടം പാർട്ടിയെ വിഭാഗീയമായിട്ട് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് കടകംപള്ളിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം 3-3.5 വർഷക്കാലമായിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന എനിക്ക് പിണറായി 3.0 ലോഡിംഗ്, യെസ്, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP-യെ സംഘ് പരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുക. ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സംഘ് പരിവാറിന് വോട്ട് മറിച്ച് നൽകുക. എന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന BJP അവരുടെ വോട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങളെ ആരെയും ഞെട്ടിക്കരുത്, നിങ്ങൾ ആരും ഞെട്ടരുത്. കാരണം ഈ പറയുന്ന കൂട്ടുകച്ചവടം, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പില് തങ്ങളുടെ വോട്ടുകൾ BJP-ക്ക് വേണ്ടി മറിക്കുക. എന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-യുടെ വോട്ടുകൾ ഇങ്ങോട്ട് വാങ്ങുക. എങ്ങനെയുണ്ട്? നല്ല മുന്നണിയല്ലേ? നല്ല കൂട്ടുകച്ചവടം. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാൻ പറയാറുള്ള പല വാക്കുകളും ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഈ പറയുന്ന സഖാക്കൾ എന്ന് ഇവറ്റകളെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓർത്തു പോകുന്നു, സഖാവ് VS അച്യുതാനന്ദനെങ്ങാനും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. ബാക്കി VS പറയുമായിരുന്നു, ബാക്കി ചെയ്യാനുള്ളതൊക്കെ VS ചെയ്യുമായിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ അന്തർധാര വളരെ സജീവമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ പല അർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് അത് ഇങ്ങനെ വെട്ടിത്തുറന്ന് വെളിച്ചത്തേക്ക് വരികയാണിപ്പോ. കടകംപള്ളി സുരേന്ദ്രൻ, ആഹാ, പറ്റിയ മുതലാണ്. ആരാണ് കടകംപള്ളി സുരേന്ദ്രൻ? ചരിത്രങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ചരിത്രം ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ് വ്യക്തി എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായില്ലേ? എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന അന്തർധാര വളരെ സജീവമാകുന്നുണ്ട്. അത് ഈ തിരുവനന്തപുരത്ത് മാത്രമൊന്നല്ല, BJP-ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ, BJP-ക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ, BJP-ക്ക് സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റികൾ, BJP-ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഈ അന്തർധാരകൾ നന്നായിട്ട് സജീവമായി നടത്തുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തിരിച്ചു പ്രതീക്ഷിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് സഹായിക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ആ സഹായം ഇങ്ങോട്ട് കിട്ടണം. ഇത് തന്നെയാണ് അന്തർധാര. അത് എന്താണ് ലക്ഷ്യം വെക്കുന്നത്?
ലക്ഷ്യം വെക്കുന്നത് പിണറായി 3.0 ആണ്. എന്റെ സഖാക്കളെ, അടിമകളെ, നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. കേരളത്തിന്റെ പൊതുസമൂഹം പ്രബുദ്ധരാണ് എന്നുള്ള കാര്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എത്ര വലിയ മുന്നണികൾ ഉണ്ടാക്കിയാലും, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എത്ര വലിയ പോരാട്ടങ്ങൾ നടത്തിയാലും, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേട്ടോ, ഭാരതീയ ജനതാ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒരു എന്താ പറയേണ്ടത്, ഒരൊറ്റ പാർട്ടി ആയിക്കൊണ്ട് നിങ്ങൾ എത്ര വലിയ പോരാട്ടം നടത്തിയാലും കേരളത്തിന്റെ പൊതുസമൂഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ലടോ അടിമകളെ. നിങ്ങളത് ഓർത്തു വെച്ചാൽ മാത്രം മതി. പിണറായി വിജയന് വലിയ ഭയമുണ്ട്. ആ ഭയം തൻ്റെ വീട്ടിലില്ല, തൻ്റെ വീട്ടിലെ തൻ്റെ മക്കളെ കുറിച്ചുള്ള ഭയമാണ്. ആ ഭയം പിണറായി വിജയനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി കസേര, ഇന്നിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടാവില്ല കാര്യങ്ങൾ. തവിട് പൊടിയാവും, എടുക്കാനുണ്ടാവില്ല. മക്കൾ അകത്താകുമെന്നുള്ള ബോധ്യം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ കസേര ഭദ്രമാക്കാനുള്ള തത്രപ്പാടുകളിലാണ്. ആ കസേര ഭദ്രമാക്കേണ്ടത് പിണറായി വിജയന്റെയും ലക്ഷ്യമാണ്, RSSന്റെയും ലക്ഷ്യമാണ്. കാരണം പിണറായി വിജയൻ എന്ന വളം ഉപയോഗിച്ചുകൊണ്ട് RSSന് വളരണമെങ്കിൽ പിണറായി വിജയന് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവണം. ഇന്ന് ഈ പറയുന്ന ഡീല് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഡീലാണെങ്കിൽ അത് വർഷങ്ങൾ ഇനിയൊരു പലത് കഴിയുമ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഡീല് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡീലുകളായി മാറും. കാരണം RSS ആഗ്രഹിക്കുന്നത് ഇന്നോ നാളെയോ ഈ പറയുന്ന കേരളത്തിൽ വേരൂന്നണമെന്നല്ല. RSS വളരെ മുന്നിലേക്ക് കണ്ടുകൊണ്ടുള്ള വിഷനുകളാണ് RSS പുറത്തിറക്കുന്നത്. RSSന്റെ ഈ പറയുന്ന അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ RSSന് ഒരൊറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ. അതിന് സഹായകമാകുന്ന രീതിയിൽ ഒരാൾ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവണം. ആ കസേരയിൽ ഈ പറയുന്ന RSS മുന്നിൽ കാണുന്നവരിൽ ഏറ്റവും പ്രധാനി പിണറായി വിജയൻ തന്നെയാണ്. കാരണം പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ നേതാവും ഇന്ന് കേരളത്തിലില്ല. പിണറായി വിജയനെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന ഒരൊറ്റ നേതാവും മറ്റൊരു നേതാവും ഇന്ന് കേരളത്തിലില്ല. പിണറായി വിജയന്റെ മുമ്പിൽ രണ്ട് മക്കളെ ഇങ്ങനെ ചെക്ക് നിർവച്ചുകൊണ്ട് RSS നടത്തുന്ന നാടകം, ആ ഭീഷണിയിൽ, ആ ഭയപ്പെടുത്തലിൽ, ആ ബ്ലാക്ക്മെയിലിൽ വീണ് പോയിരിക്കുകയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് ഇത്തരത്തിലുള്ള മുന്നണി ബന്ധങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതിൽ വലിയ ആശങ്കകളൊന്നും പിണറായി വിജയനില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം തൻ്റെ മക്കളെ സംരക്ഷിച്ചു പിടിക്കണം. ആ മക്കൾക്ക് യാതൊന്നും സംഭവിക്കരുത്, അവരകത്താകരുത്. അവരെ രക്ഷിച്ചു പിടിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളുമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. BJPക്ക് സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും ഈ കളികൾ നല്ല വ്യക്തമായി നടക്കുന്നുണ്ട്. BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ, പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, പ്രദേശങ്ങളിൽ ഒക്കെ ഈ സഖ്യം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്കാർക്കും ഒരു തർക്കവും വേണ്ട. പുറത്തേക്ക് വരുന്ന വാർത്തകൾ വളരെ കുറഞ്ഞ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നതെങ്കിലും ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന അന്തർധാര സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പിണറായി വിജയൻ എന്ന വളം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വേരൂന്നാനുള്ള പ്രവർത്തികളും അജണ്ടകളും നടപടികളുമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അതിനെ സഹായിക്കുന്ന ഏർപ്പാടുകൾ പിണറായി വിജയനിൽ നിന്നുണ്ടാവും. കാരണം എന്ന് പറയുന്നത്, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മക്കൾ രണ്ടുപേരും തന്നെയാണ് മുഖ്യം. അതിനപ്പുറത്തേക്ക് ആദർശമോ പാർട്ടിയോ പാർട്ടിയുടെ നേതൃത്വമോ ഒന്നും ഒരു വിഷയമേ അല്ല.
അടിമകൾ, ഒരു പൊട്ടന്മാർ കുഴലൂതാൻ കൂടെ ഉള്ളപ്പോ പിണറായിക്ക് എന്താണ് ഭയം? കാരണം എന്ത് വലിയ തമ്മാടിത്തരം ചെയ്താലും, ആദർശത്തെയും പാർട്ടിയെയും അപകടപ്പെടുത്തിയാലും അടിമകൾക്ക് അതൊരു വിഷയമല്ല. അടിമകൾ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും, രാജാവിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനത്തെ അടിമകളുള്ള പിണറായിക്ക് പിന്നെ എന്ത് ഭയം? പിണറായിക്ക് ഒരു ഭയവുമില്ല. കാരണം എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ അടിമകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പലപ്പോഴും പിണറായി വിജയന്റെ പ്രവർത്തികളും വാക്കുകളും ഒക്കെ RSSന്റെ പ്രവർത്തികളും സംഘ് പരിവാറിന്റെ വാക്കുകളുമായി മാറുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതിഫലനമാണ് ഇപ്പൊ നമ്മൾ ഈ തിരുവനന്തപുരം നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ പറയുന്ന കടകംപള്ളി അടക്കമുള്ള ആളുകൾ പിണറായി വിജയന്റെ കുഴലൂത്തുകാരിൽ പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിലിഴയുന്നവന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ഈ പറയുന്ന കടകംപള്ളി അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇവരൊന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം അതിനെ പരിപോഷിപ്പിക്കുവാനോ അതിനെ വളർത്തിയെടുക്കുവാനോ അല്ല ശ്രമിക്കുന്നത്. ഇവരൊക്കെ ശ്രമിക്കുന്നത് ഇവരുടെ സ്വന്തം പോക്കറ്റുകളും ഇവരുടെ സ്വന്തം കുടുംബങ്ങളെയും വളർത്തിയെടുക്കുവാനാണ്. അതിന് RSSന്റെ അടിമപ്പണി ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, RSSന് കുഴലൂതിയിട്ടാണെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നാൽ മതി. പാർട്ടിയും പ്രസ്ഥാനവും ആദർശവും ആശയവും ഒക്കെ പിന്നീടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇന്നെങ്ങാനും VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം VS ഉണ്ടായിരുന്നെങ്കിൽ എന്തുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ VS ഉണ്ടാവണമായിരുന്നു.